ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഒത്തിരി പേർക്കുള്ള കുറച്ച് സംശയങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതിൻ്റെ സൊല്യൂഷനും ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതായത് ധാരാളം പേര് ചോദിക്കാറുണ്ട്, യൂസർ ഐ ഡി അല്ലെങ്കിൽ പാസ്വേഡ് നഷ്ടപ്പെട്ടാൽ, PSCയുടെ പാസ്വേഡും യൂസർ ഐ ഡിയൊക്കെ നഷ്ടപ്പെട്ടാൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് നമുക്ക് വീണ്ടെടുക്കാൻ സാധിക്കുക, ഒപ്പം തന്നെ PSC രജിസ്റ്റർ ചെയ്ത സമയത്ത് കൊടുത്ത മൊബൈൽ നമ്പർ അല്ല ഇപ്പോൾ ഞങ്ങൾ യൂസ് ചെയ്യുന്നത്, ഞങ്ങളുടെ ആ ഒരു മൊബൈൽ നമ്പർ മാറിയിട്ടുണ്ട്. അപ്പം ആ ഒരു മൊബൈൽ നമ്പറിലോട്ട് പുതിയ മൊബൈൽ നമ്പർ എങ്ങനെയാണ് ചേർക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മൊബൈൽ നമ്പർ നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ഉപയോഗശൂന്യമായി പോവുകയൊക്കെ ചെയ്താൽ എങ്ങനെയാണ് അത് മാറ്റാൻ പറ്റുക, ഒപ്പം തന്നെ ചിലർ ആക്സിഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ അറിയാതെ 2 പ്രൊഫൈലൊക്കെ PSCയിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഒരു പ്രൊഫൈല് മാത്രം മതിയല്ലോ നമുക്ക് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ എങ്ങനെയാണ് ഈ 2 പ്രൊഫൈൽ വന്നാൽ അതിൻ്റെ പ്രശ്നം സോൾവ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അതിൻ്റെ സൊല്യൂഷനാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. നോക്കാം നമുക്ക്. നിങ്ങൾക്ക് ഒന്നിലധികം പ്രൊഫൈൽ ഉള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രൊഫൈൽ നിലനിർത്തി മറ്റു പ്രൊഫൈലുകൾ ഒഴിവാക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, PSCയിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. അങ്ങനെ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ 2 പ്രൊഫൈലുകളുടെ യൂസർ ഐ ഡിയും അതുപോലെ തന്നെ ഒപ്പും മേൽവിലാസവും ഇവ കൃത്യമായി രേഖപ്പെടുത്തി തപാൽ മുഖേന അപേക്ഷിക്കേണ്ടതാണ്. PSCയിൽ തപാൽ മുഖേന നിങ്ങൾ അപേക്ഷ കൊടുക്കണം. അടുത്തത്, പ്രൊഫൈലിലെ ഫോൺ നമ്പർ മാറ്റുന്നതിനും അതുപോലെ തന്നെ നമ്പർ നഷ്ടപ്പെട്ടവർക്ക് പുതിയത് ഉൾപ്പെടുത്തുന്നതിനും വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒറിജിനൽ ID കാർഡ്, നിങ്ങൾ ഒറിജിനൽ IDയുമായിട്ട് തൊട്ടടുത്തുള്ള PSC ഓഫീസിൽ നേരിട്ട് ഹാജരായിട്ട് അവരോട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് നിങ്ങൾക്കിത് മാറ്റാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ യൂസർ ID, പാസ്വേഡ് എന്നിവ നഷ്ടപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരിക്കലും ഇമെയിൽ മുഖേന അപേക്ഷ സമർപ്പിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇമെയിൽ മുഖേന അപേക്ഷ സമർപ്പിക്കാതെ അസൽ പ്രമാണങ്ങൾ സഹിതം നേരിട്ട് തൊട്ടടുത്തുള്ള PSC ഓഫീസിൽ ബന്ധപ്പെടേണ്ടതാണ്. ഈ യൂസർ ഐ ഡിയും പാസ്വേഡും ഇമെയിൽ മുഖേന സമർപ്പിക്കുന്ന അപേക്ഷകൾ ഒരിക്കലും PSC പരിഗണിക്കുന്നതല്ല. അപ്പോൾ നിങ്ങളുടെ യൂസർ ID, പാസ്വേഡ് എന്നിവ നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അത് തിരിച്ചെടുക്കണം എന്നുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അസൽ രേഖകൾ സഹിതം തൊട്ടടുത്തുള്ള PSC ഓഫീസിൽ നേരിട്ടാണ് ബന്ധപ്പെടേണ്ടത്. അപ്പം PSC ഓഫീസുമായി ബന്ധപ്പെട്ടാൽ ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നിങ്ങൾക്ക് സൊല്യൂഷൻ ലഭിക്കുന്നതായിരിക്കും. ഇതേപോലുള്ള അപ്ഡേറ്റ്സുകൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ കൂടെ കൂടുമല്ലോ. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക് യു.